ഞാനിതെവിടെയാ? കണ്ടിട്ടൊരു പരിചയവും തോന്നുന്നില്ല. അല്ല, ഞാനും അന്നയും കൂടി ആ മലയുടെ മുകളിൽ റീൽ ചെയ്യാൻ കയറിയതല്ലേ? പിന്നെ എന്താ സംഭവിച്ചത്? അന്ന, അവളിതെവിടെ പോയി? അവളെ കാണുന്നില്ലല്ലോ. അന്നേ, എടി അന്നേ. ഡാ ജെറി, നീ എന്തിനാ കിടന്ന് കാറുന്നത്? ഞാൻ ഇവിടെ ഉണ്ടടാ. ഇതേതാ സ്ഥലമെന്ന് നോക്കായിരുന്നു. എന്നിട്ട് മനസ്സിലായോ ഇതേതാ സ്ഥലം? ആർക്കറിയാം? അപ്പോഴേ ഞാൻ പറഞ്ഞത് ആ മലയുടെ മുകളിൽ നിന്നും വലിഞ്ഞു കയറണ്ടാന്ന്. എടി എടി, നീ പറഞ്ഞങ്ങനെ കേറാതെ. അധികം ആരും പോകാത്ത ഫ്രഷ് സ്ഥലങ്ങൾ കാണിച്ചാലേ റീച്ച് കിട്ടുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ആ, എന്നിട്ടിപ്പോ നല്ല റീച്ച് കിട്ടിയില്ലേ? മലയുടെ മുകളിൽ നിന്ന് തലയും കുത്തി താഴെ വീണപ്പോൾ നിനക്ക് സമാധാനമായല്ലോ. പോകുന്ന പോക്കിൽ എന്റെ കയ്യിൽ കയറി പിടിച്ച് എന്നെയും വീഴ്ചു. ദുഷ്ടൻ. അതറിയാതെ പറ്റിയതല്ലേ? എന്നാലും അത്രയും മുകളിൽ നിന്ന് വീണിട്ടും നമുക്ക് എന്താ ഒന്നും പറ്റാതിരുന്നത്? ഞാനും അതാ ചിന്തിക്കണേ. ഇതേതാ സ്ഥലം? ഫോണിലാണെങ്കിൽ റേഞ്ചും കാണിക്കുന്നില്ല. എടി നോക്കിയേ, ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഏതാ മക്കളെ? ഞാൻ അന്ന, ഇവൻ ജെറി. ഞങ്ങൾ നാട്ടിലെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് ആണ്. ഞങ്ങളുടെ പല വീഡിയോസും വൈറലാങ്കിളെ. 10 മില്യണൊക്കെ സ്ഥിരം അടിക്കാറുണ്ട്. ജെറി, അന്ന, ഇങ്ങനെ രണ്ടുപേർ വരുന്ന കാര്യം ഗബ്രി എന്നോട് പറഞ്ഞില്ലല്ലോ. ഗബ്രിയോ? അതാരാ? പിന്നെ അങ്കിൾ, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. എടാ ജെറി, നിനക്ക് ആളെ മനസ്സിലായോ? ഇത് സെന്റ് പീറ്റർ ആടാ, വിശുദ്ധ പത്രോസ്ലീഹ. സെന്റ് പീറ്ററോ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? എടാ, നീ ആ താക്കോലുകൾ കണ്ടില്ലേ? കാറ്റഗിസം ക്ലാസ്സിൽ റാണി ടീച്ചർ പറഞ്ഞു തന്നത് ഓർക്കുന്നില്ലേ? സ്വർഗത്തിന്റെ താക്കോലുകളാണ് പീറ്ററിനെ തിരിച്ചറിയാനുള്ള അടയാളമെന്ന്. അങ്ങനെയൊക്കെ ഉണ്ടോ? ആ, അങ്ങനെയൊക്കെ ഉണ്ട്. നീ എങ്ങനെ ഓർക്കാനാണ്? നീ കാറ്റഗിസം ക്ലാസ്സിൽ പോയിരുന്നത് പഠിക്കാനല്ലല്ലോ, നിന്റെ എലിസബത്തിനെ കാണാനല്ലേ. ഒന്ന് പതുക്കെ പറയടി, അങ്കിൾ കേൾക്കും. ആഹാ, അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അല്ല. ജെൻസി ആണെങ്കിലും എന്നെ കുറിച്ചൊക്കെ അറിയാല്ലേ? ആ, അതൊക്കെ അറിയാം. ഞങ്ങൾ ഈശോയെ 3 പ്രാവശ്യം തേച്ച ആളല്ലേ. എന്നാലും അതിത്തിരി ഷോക്കായി പോയിട്ടോ. പിള്ളേര് കൊള്ളാമല്ലോ. ഇതാണ് ഇപ്പോഴത്തെ ജനറേഷന്റെ പ്രത്യേകത. കാര്യങ്ങളൊക്കെ വെട്ടി തുറന്നു പറയും. പക്ഷേ മോനെ, 3 തവണ തള്ളിപ്പറഞ്ഞ പീറ്റർ പിന്നീട് 3 തവണ ഈശോയെ ഏറ്റുപറഞ്ഞ് ഈശോയുമായി സെറ്റായെന്ന് കൂടെ ഉണ്ടിട്ടോ ബൈബിളിൽ. ബൈ ദ ബൈ, എന്നെ മനസ്സിലായോ? ഞാൻ ഗബ്രി. എനിക്ക് മനസ്സിലായി. ഏഞ്ചൽ ഗബ്രിയേൽ അല്ലേ? ജെറി, നിനക്ക് മനസ്സിലായില്ലേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അന്ന. ഡാ, നിനക്ക് ഇനിയും കത്തിയില്ലേ? ആ മലയിൽ നിന്ന് വീണ് നമ്മുടെ കാറ്റുപോയി. നമ്മളിപ്പോൾ സ്വർഗത്തിൽ എത്തിയിരിക്കുകയാണ് അല്ലേ ഏഞ്ചൽ ഗബ്രി? കാറ്റുപോയി എന്നുള്ളത് ശരിയാ. പക്ഷേ നിങ്ങൾ ഇനിയും സ്വർഗത്തിൽ എത്തിയിട്ടില്ല. അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ കണക്കുകൾ നോക്കി ദാ പീറ്റർ പറയും. പീറ്റർ അങ്കിൾ, ഞങ്ങളുടെ കാര്യം? ഗബ്രി, ഇവർ വരുന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇവർ വരേണ്ട സമയം ആയിട്ടുണ്ടായിരുന്നില്ല. ആ മലയുടെ മുകളിൽ കയറി അഭ്യാസം കാണിച്ചത് കൊണ്ടാ ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയത്. ദൈവമേ, ഇതിപ്പോ എത്ര പേരാ ഇങ്ങനെ ഇവിടെ എത്തുന്നത്? റെയിൽ പാളത്തിൽ വെച്ച് റീൽസ് എടുക്കുമ്പോൾ ട്രെയിൻ തട്ടി ആ പയ്യൻ വന്നിട്ട് ഒരാഴ്ച പോലും ആയില്ലല്ലോ. ഇല്ലാന്നേ, ഇങ്ങനെ കിടന്നോടിക്കുന്ന ഒരു ബൈക്കുണ്ടല്ലോ. അത് ഡ്യൂക്ക്. അതുതന്നെ. അതിൽ കിടന്ന് പറക്കണ പലരും വീട്ടിൽ എത്തുന്നതിന് പകരം ഇവിടെ എത്തണേ. കഞ്ചാവ് MDMA ഒക്കെ കയറ്റി വരുന്നവർ വേറെയും. പിന്നെ ചില മണ്ടന്മാരുണ്ട്. ടീച്ചർമാര് വഴക്ക് പറഞ്ഞു, മൊബൈൽ ഗെയിം കളിക്കാൻ സമ്മതിച്ചില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ല, ഇഷ്ടപ്പെട്ട ആൾ ഇട്ടേച്ചു പോയി, ഇങ്ങനെ നിസാര കാര്യങ്ങൾക്ക് ജീവിതം അവസാനിപ്പിക്കുന്നവർ. എന്ത് പൊട്ടത്തരമാണല്ലേ! പരീക്ഷയിൽ തോറ്റവരെല്ലാവരും ജീവിതത്തിൽ തോൽക്കാറില്ലല്ലോ. സ്നേഹിക്കാനും സ്നേഹം കൊടുക്കുവാനും ഭൂമിയിൽ ഇനി എത്രയോ ആളുകളുണ്ട്. എന്നിട്ട് എല്ലാവർക്കും സ്വർഗം വേണതാനും. ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ഒരു ചെറിയ കയ്യബദ്ധം പറ്റിയതല്ലേ. ചെറിയ കയ്യബദ്ധമോ? മക്കളെ, ദൈവം തന്ന ആയുസ്സുണ്ടല്ലോ, അത് ദൈവത്തിനും മറ്റുള്ളവർക്കും വേണ്ടി ചെലവഴിച്ചാലേ സ്വർഗപ്രവേശനം എളുപ്പമാകും. അപ്പോ ഈ തള്ളവൈബും തന്തവൈബും ഉള്ളവർക്ക് സ്വർഗം കിട്ടുള്ളല്ലേ? ഞങ്ങളെപ്പോലുള്ള ന്യൂജനൊക്കെ പുറത്താവും. ഗബ്രി, ഇവർ പറയുന്നത് കേട്ടോ? നീ നമ്മുടെ ആ പുതിയ പിള്ളേരെ ഒന്ന് വിളിക്ക്, ഇവരൊന്ന് പരിചയപ്പെടട്ടെ. ഞാനും അത് ആലോചിച്ചു. ഞാൻ പോയി അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അതേതാ പുതിയ പിള്ളേര്? ഞങ്ങളുടെ നാട്ടുകാരെങ്കിലും ആണോ? നിങ്ങളുടെ നാട്ടുകാരല്ല,
പക്ഷേ ചിലപ്പോൾ നിങ്ങൾ അറിയുമായിരിക്കും. ഞങ്ങളെപ്പോലെ ഫേമസ് ആയ വല്ല യൂട്യൂബേഴ്സും ആണോ? അതൊക്കെ നിങ്ങൾ അവരെ പരിചയപ്പെടുമ്പോൾ മനസ്സിലാകും. ദാ അവർ വന്നല്ലോ. ഹായ് കാർലോ, ഹായ് പിയർ. നിങ്ങൾ ഇവരെ പരിചയപ്പെടൂ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് ഞാനങ്ങ് പോവുകയാണ്. അല്ല പീറ്റർ അങ്കിൾ, ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഇവരോട് പറഞ്ഞാൽ മതി. എന്നാ ഓക്കെ. ഞങ്ങൾ ചെറിയും അന്നയും അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് അല്ലേ? ഏ, അപ്പോൾ ഞങ്ങൾ ഇവിടെയും ഫേമസ് ആണോ? പിന്നല്ലാതെ. ഗബ്രി നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഓ, അങ്ങനെ. ന്യൂജൻ പിള്ളേർക്ക് സ്വർഗത്തിൽ എത്താൻ പറ്റുമോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടല്ലേ? അതിനുള്ള മറുപടിയാണ് ഇവൻ, കാർലോ. 2006 ഇവൻ സ്വർഗത്തിലെത്തുന്നത്. 15 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇവന്റെ ഫേവററ്റ് ഐറ്റംസ് എന്തായിരുന്നു എന്നറിയുമോ? കമ്പ്യൂട്ടറും ഫുട്ബോളും. ഏ എന്നിട്ട് സ്വർഗത്തിലെത്തിയോ? അതെങ്ങനെ? ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വിശുദ്ധോർബാനയായിരുന്നു സ്വർഗത്തിലേക്കുള്ള എൻ്റെ വഴി. ഈശോയുടെ ദിവ്യാരണത്തോട് എനിക്ക് വലിയ സ്നേഹമായിരുന്നു. ലോകത്തെ ദിവ്യാരണ അത്ഭുതങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് ഞാൻ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. സാധിക്കുന്നിടത്തോളം എൻ്റെ കൂട്ടുകാരെയൊക്കെ ഈശോയോട് അടുപ്പിക്കാൻ ശ്രമിച്ചു. അത്രമാത്രം. ശരിക്കും പേര് കാളക്യൂട്ടിസ് എന്നല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചാറ്റിന് എനിക്ക് മനസ്സിലായില്ല. പിയർ എന്നല്ലേ പേര് പറഞ്ഞേ? അതെ, പിയർ ജോർജിയോ ഫ്രസാത്തി. ഞാനിവനെ പോലെ അത്ര ഫേമസ് ഒന്നുമല്ല അന്ന. അത് വെറുതെ. ചേട്ടായി ആള് പൊളിയാട്ടോ. 24-ാം വയസ്സിൽ സ്വർഗത്തിലെത്തിയ ആളാ. സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെട്ടവരുടെയും പാവങ്ങളുടെയും കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്. അതത്ര വലിയ സംഭവമൊന്നും അല്ലെന്നേ. ഇവനെ പോലെ പ്രാർത്ഥനയും അഡോറേഷനും ഒക്കെ എനിക്കും ഇഷ്ടമായിരുന്നു. പിന്നെ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി എന്ന് കേട്ടിട്ടില്ലേ? ആ, അറിയാം. ആ സംഘടനയൊക്കെ ഭാഗമായി പ്രവർത്തിച്ചു. നമ്മുടെ അത്രയും ഭാഗ്യമില്ലാത്ത മറ്റു മനുഷ്യരെ സഹായിക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ? നിങ്ങളും ചേട്ടായും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. അതെന്താ? ചേട്ടായിയുടെ ഏറ്റവും വലിയ ഹോബി മലകയറ്റമായിരുന്നു, മൗണ്ടൻ ക്ലൈംബിംഗ്. അതിന് പോകുമ്പോൾ കൂട്ടുകാരുടെ കൂടെ പ്രാർത്ഥിക്കും, അവരോട് ഈശോയെക്കുറിച്ച് പറയും. അല്ലേ ചേട്ടായി? യെസ്, വേർസോ എൽ ആൾട്ടോ. ഏ, അതെന്താ? അത് ഒരു ഇറ്റാലിയൻ ഫ്രേസ് ആണ്. ടുവേർഡ്സ് ദ ഹൈറ്റ്സ്, ടു ദ ടോപ്പ്, ഉയരങ്ങളിലേക്ക് എന്നൊക്കെ അർത്ഥം. അതായിരുന്നു എൻ്റെ മോട്ടോ. എന്ന് വെച്ചാൽ എങ്ങനെ മലയുടെ മുകളിലെത്താം, എങ്ങനെ സ്വർഗത്തിലെത്താം. നല്ല അടിപൊളി കോൺസെപ്റ്റ് അല്ലേ? കൊള്ളാലോ, പൊളി സാധനം. ഞങ്ങൾക്ക് രണ്ടും പറ്റിയില്ല. മലയുടെ മുകളിൽ എത്തിയെങ്കിലും അവിടെ നിന്ന് താഴെ വീണു. സ്വർഗത്തിലും എത്താൻ പറ്റിയില്ല. എന്താ ചെയ്യാ? നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ടോ? പിന്നല്ലാതെ. ഒന്ന് പീറ്റർ അങ്കിളിനോട് പറയാമോ? അയ്യോ, അങ്ങനെയൊന്നും നടക്കില്ല. ഇതുവരെയുള്ള ജീവിതം കൊണ്ട് അതിനുള്ള യോഗ്യത നേടാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ. പിന്നെ എന്താ ചെയ്യാ? മറ്റൊരു സാധ്യതയുണ്ട്. ഭൂമിയിൽ കുറച്ചു കാലം കൂടി ജീവിക്കാൻ നിങ്ങൾക്കൊരു ചാൻസ് കൂടി കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അത് നടക്കുമോ? നമുക്ക് ഈശോയോട് ചോദിച്ചു നോക്കാമെന്നേ. പീറ്റർ അങ്കിളിനൊക്കെ വീണ്ടും ചാൻസ് കൊടുത്ത ആളല്ലേ? ഞങ്ങൾ ചോദിച്ചിട്ട് തന്നില്ലെങ്കിലോ? ഈശോയോട് നിങ്ങളൊന്ന് പറയാമോ? ഒരു ചാൻസ് കൂടി കിട്ടിയാൽ സ്വർഗത്തിലെത്താവുന്ന വിധം ജീവിക്കണം. അങ്ങനെ പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും കൂടാം. അല്ലേ ചേട്ടായി? അത് തന്നെ. ഉറപ്പായും ഞങ്ങൾ അങ്ങനെ ജീവിക്കൂ. പ്രോമിസ്. എന്നാലും ഒക്കെ നമുക്ക് ഒരുമിച്ച് ഈശോയോട് പറയാം. വാ ഈശോയെ, ഇവർ രണ്ടുപേരും സ്വർഗത്തിലെത്താൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചാൻസ് കൂടി കൊടുക്കണേ. എടാ ജെറി, നീ ഇതുവരെ റെഡി ആയില്ലേ? നമുക്ക് പോവണ്ടേ? ആ അന്ന, നീ എന്താ പറഞ്ഞേ? എടാ, ഇന്നല്ല മലയുടെ മുകളിൽ പോയി വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. എന്നിട്ട് നീ എന്തൊന്നും അറിയാത്ത പോലെ. അന്ന, ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് മാറ്റി പിടിച്ചാലോ? നീ എന്താ ഈ പറയുന്നേ? ഈ പരിപാടിക്ക് നല്ല റീച്ച് ഉണ്ടല്ലോ. എന്തുമാത്രം ലൈക്കും കമന്റും ഒക്കെയാ കിട്ടുന്നേ. പക്ഷേ ഈ ലൈക്കും കമന്റും ഒക്കെ എത്ര നാളത്തേക്കാടി? താൽക്കാലികമല്ലേ. അതിനേക്കാളും വലുതല്ലേ നിത്യജീവിതം. നിത്യജീവിതമോ? നിനക്ക് എന്താ പറ്റിയേ? എടി, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ നമ്മൾ രണ്ടുപേരും സ്വർഗത്തിന്റെ വാതിൽ വരെ എത്തും. പക്ഷേ അകത്തേക്ക് എൻട്രി കിട്ടില്ല. എന്നിട്ട്? അതൊക്കെ ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞു തരാം. ആ സ്വപ്നം കണ്ടപ്പോഴാ എനിക്ക് പുതിയൊരു ഐഡിയ ക്ലിക്ക് ചെയ്തേ. എന്താ ഐഡിയ? എടി,
നമ്മളിപ്പോ ചെയ്യുന്നത് എന്താ? ആളുകൾ അധികം പോയിട്ടില്ലാത്ത അടിപൊളി സ്ഥലങ്ങൾ അവരെ പരിചയപ്പെടുത്തുന്നു, അല്ലേ? അതെ. എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ അധികം ആരും പോകാത്തൊരു സ്ഥലമല്ലേ സ്വർഗം. അവിടെ പോകാൻ നിനക്കും ആഗ്രഹമില്ലേ? ആ ആഗ്രഹമില്ലാത്ത ആരാ ഉണ്ടാവുക? അതാണ്, അവിടേക്കുള്ള വഴി നമ്മൾ പറഞ്ഞു കൊടുക്കും. അതെങ്ങനെയാടാ? സ്വർഗത്തിലേക്ക് നിലവിൽ പോയിട്ടുള്ള ആളുകളുണ്ടല്ലോ, വിശുദ്ധർ. അവരെയും അവർ സഞ്ചരിച്ച വഴികളെയും നമ്മൾ പരിചയപ്പെടുത്തും. ആ വഴിയിലൂടെ നമ്മളും നമ്മുടെ വ്യൂവേഴ്സും പതിയെ പതിയെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യും. എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം, വെറൈറ്റി ഉണ്ട്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഹലോ ഗൈസ്, ദിസ് ഇസ് അന്ന ആൻഡ് ജെറി ഫ്രം A&J മീഡിയ. പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. യെസ്, വേഴ്സോ എൽ ആൾട്ടോ, ടുവേർഡ് ദ ഹൈറ്റ്സ്. ജീവിതത്തിൽ ഉന്നതങ്ങളിലെത്താനും സ്വർഗമെന്ന ഉന്നത ലക്ഷ്യത്തിലെത്താനും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. സോറി ഗൈസ്, ഒരു തിരുത്തുണ്ട്. ഞങ്ങളുടെ ചാനലിനെ അല്ല, ഞങ്ങളെ ഫോളോ ചെയ്യുക. കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ലൈക്കും കമന്റ് ചെയ്യാൻ മറക്കരുതേ. ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വേഴ്സോ എൽ ആൾട്ടോയുടെ പുതിയൊരു എപ്പിസോഡുമായി ഞങ്ങൾ ഉടനെ എത്തും. ഈ പരിപാടി ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരു നല്ല കൈഡി തന്ന് കൂടെ കൂടിക്കോളൂ.